നേന്ത്രപ്പഴം കൊഴുക്കട്ടയുടെ സെക്കൻഡ് റെസിപ്പിയാണിത്. പാകത്തിന് പഴുത്ത 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. വല്ലാതെ അങ്ങ് പഴുത്തു പോയിട്ടുമില്ല, എന്നാൽ പച്ചയുമല്ല. ഒരെണ്ണം മീഡിയം സൈസും അടുത്തത് ചെറുതുമാണ്. നമ്മൾ പുട്ടിനോടൊപ്പം കഴിക്കാൻ പഴം പുഴുങ്ങത്തില്ലേ, ആ ഒരു പാകമാണ് വേണ്ടത്. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം. പഴം ഞാൻ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ സീഡ്സൊക്കെ കളയാൻ ഈസി ആയിരിക്കും. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് സ്ട്രെയിനർ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. സ്റ്റീം വന്നതിന് ശേഷം പഴം ഓരോന്നായി അതിലേക്ക് എടുത്ത് വെക്കണം. അതിനുശേഷം അടച്ച് ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്യണം. 10 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഇനി അത് തണുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓരോന്നായി എടുത്ത് കട്ട് ചെയ്ത് അതിനുള്ളിലെ സീഡ്സൊക്കെ കളയണം. നല്ല പോയിൻറ്റഡ് ആയിട്ടുള്ള കത്തി ഉണ്ടെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് എടുത്ത് കളയാൻ കഴിയും. നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള മറ്റൊരു കൊഴുക്കട്ടയുടെ റെസിപ്പി കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൂടി കാണാൻ ശ്രമിക്കണം. ഇതുപോലെ പല രീതിയിൽ നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇങ്ങനെ ഓരോന്നിൻ്റെയും സീഡ്സ് മാറ്റി ഞാൻ പ്ലേറ്റിലേക്ക് വെച്ചു. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കണം. നല്ല ഫൈനായിട്ട് ഉടച്ചെടുക്കണം. ഉടച്ചെടുക്കുന്ന പഴത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പഴത്തിൻ്റെ പാകം നിങ്ങൾക്ക് മനസ്സിലാകും. പഴം മാത്രം പരത്തിയെടുക്കുകയാണെങ്കിൽ പൊട്ടിപ്പോകും. അതുകൊണ്ട് ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയാണ് വറുത്ത അരിപ്പൊടി ചേർക്കുന്നത്. മാവ് ചേർക്കുന്നത് കൊണ്ട് ഒരല്പം ഉപ്പ് ചേർക്കണം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം കൈകൊണ്ടുകൂടി നല്ലതുപോലെ കുഴച്ചെടുക്കണം. പഴം കൂടുതൽ പഴുത്തു പോയാൽ വാട്ടറി ആയിരിക്കും. അപ്പോൾ കൂടുതൽ മാവ് ചേർക്കേണ്ടി വരും. മാവിനേക്കാൾ കൂടുതൽ പഴമായിരിക്കണം വേണ്ടത്, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി അതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാം. പഴം കുഴച്ചതിന് ശേഷം മാത്രമേ ഫില്ലിംഗ് ഉണ്ടാക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഫില്ലിംഗ് വേസ്റ്റായി പോവും. ചിരകിയ തേങ്ങയിലേക്ക് ശർക്കരപ്പൊടിയും നല്ല ജീരകത്തിൻ്റെ പൊടിയും ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയുമാണ് ചേർക്കുന്നത്. എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി കുഴച്ച് വെച്ചിരിക്കുന്നത് കുറേശ്ശെയായി എടുത്ത് പരത്തി ഫില്ലിംഗ് വെച്ച് നല്ലതുപോലെ ഉരുട്ടിയെടുക്കണം. മീഡിയം സൈസ് എപ്പോഴും നല്ലത്. ഇവിടെ എനിക്ക് 3 എണ്ണം ഉണ്ടാക്കാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് പഴവും അരിപ്പൊടിയും കുഴച്ചതിന് ശേഷം മാത്രം ഫില്ലിംഗ് ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞത്. എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് നേന്ത്രപ്പഴം ആയിരിക്കണം കൂടുതൽ വേണ്ടത്, മാവ് കുറച്ചേ പാടുള്ളൂ. അങ്ങനെ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റീം ചെയ്തെടുക്കാം. കൊഴുക്കട്ട ഒട്ടിപ്പിടിക്കാതിരിക്കാൻ സ്ട്രെയിനറിൽ എണ്ണ പുരട്ടുന്നില്ല, അതിന് പകരം വാഴയിലയാണ് വെച്ചിരിക്കുന്നത്. സ്റ്റീം വന്നതിന് ശേഷം കൊഴുക്കട്ട എടുത്തു വെച്ചു. ഇനി അതൊരു 15 മിനിറ്റ് നല്ലതുപോലെ സ്റ്റീം കയറണം. 15 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്തു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നേന്ത്രപ്പഴം കൊഴുക്കട്ട റെഡിയായി കഴിഞ്ഞു. ഇത് സെക്കൻഡ് റെസിപ്പിയാണ് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള കൊഴുക്കട്ടയുടെ. നിങ്ങളും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം കേട്ടോ.